ഹേയ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ നമ്മുടെ പടച്ച റബ്ബിനോട് ക്ലോസ് ആവാൻ പറ്റും, അതായത് എടുക്കാൻ പറ്റും. സോ ഇതിനെപ്പറ്റി കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ ഏറ്റവും ആദ്യം നമ്മുടെ മൈൻഡിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ഈ ലോകം താൽക്കാലികമാണ്, സ്വർഗം തന്നെയാണ് സ്ഥിരമാവുന്നത്. ഈ ഒരു തോട്ട് നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് ഈ ദുനിയാവിനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു കിട്ടും. സോ ഇതിലൂടെ നമുക്ക് നമ്മുടെ അള്ളാഹുവിനെ കൂടുതൽ അറിയാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ, നമ്മുടെ ഈ ലോകത്ത് നമുക്ക് എല്ലാവരും ഉണ്ടാകുമ്പോഴേ നമ്മൾ ചിലപ്പോൾ പടച്ചോനെ മറക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഒറ്റപ്പെടുമ്പോഴേ, അല്ലെങ്കിൽ നമുക്ക് ആരുമില്ല എന്നുള്ള ഒരു തോട്ട് നമ്മളെ മൈൻഡിൽ വരുമ്പോഴേ നമ്മൾ പടച്ചോനെ കണ്ടെത്തും. സത്യം പറഞ്ഞാൽ അതന്നെയല്ലേ ശരി. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? നമ്മുടെ ഉമ്മ, ഉപ്പ, നമ്മുടെ സ്നേഹിച്ച വ്യക്തികൾ, നമ്മുടെ ഫ്രണ്ട്സ്, ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അവസാനം നമ്മുടെ കൂടെ ഉണ്ടാവാൻ പോകുന്നത് നമ്മൾ ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികളുമാണ്. ആ നല്ല പ്രവൃത്തികൾക്ക് മാത്രമേ നമ്മുടെ ആഖിറത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രയാസവും വിഷമവും ഒക്കെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പ്രയാസമാണ്. സോ ഫസ്റ്റ് തന്നെ ഈ ഒരു കാര്യം, അതായത് ഈ ലോകം താൽക്കാലികമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും നമ്മുടെ സ്വർഗത്തിൽ ഉണ്ടാവില്ല, എന്നാലോ സ്വർഗം സ്ഥിരമാണ്. ഇനി അടുത്ത ടിപ്പ് എന്താ നോക്കിയാലോ, നമ്മൾ എത്ര തന്നെ തെറ്റ് ചെയ്താലും ഫസ്റ്റ് നമ്മൾ തെറ്റ് ചെയ്ത് എന്നുള്ള രീതിയിൽ പശ്ചാത്താപം വേണം. ആ ഒരു റിഗ്രറ്റ് നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പൊരുത്തം തേടുക. ജസ്റ്റിന് ഞാനും നിങ്ങളൊന്നും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് അള്ളാഹുവിനോട് പൊരുത്തം തേടുക. നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരു തെറ്റും ചെയ്യാതെ അള്ളാഹുവിനോട് നിരന്തരം പൊരുത്തപ്പെടാൻ ആവശ്യപ്പെടുമായിരുന്നു. നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വഴിയിലൂടെ നടന്നു പോകുമ്പോഴോ, ഈവൻ നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോഴോ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. അതായത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമുക്ക് സിൻസിയറായിട്ട് ആത്മാർത്ഥയോടെ നമുക്ക് പറയാൻ പറ്റണം. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്, അതായത് അള്ളാഹുവിൻ്റെ കരുണയാണ് നിങ്ങളുടെയും എൻ്റെയും തെറ്റുകുറ്റങ്ങളെക്കാൾ വലുതെന്ന്. ഒന്ന് ഓർത്ത് നോക്കി, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഖുർആനിലൊരു ആയത്തുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ എത്രയോ മോശമോ അല്ലെങ്കിൽ എത്രയോ വിഷമോ ആവട്ടെ, ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിടരുത്. ഇപ്പം നമ്മളെല്ലാവരും നമുക്കുള്ളതിൽ വെച്ച് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ്, അതായത് നമ്മൾ അള്ളാഹുവിനോട് താങ്ക്ഫുൾ ആണെങ്കിൽ അള്ളാഹു നമുക്ക് കൂടുതൽ തരും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ ആത്മാർത്ഥതയോടുള്ള ദുആ. അതായത് നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ആത്മാർത്ഥതയോടെ പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അത് നമ്മുടെ വിധിയെ തന്നെ തോൽപ്പിക്കാം, നമ്മുടെ വിധി തന്നെ മാറ്റി എഴുതപ്പെട്ടിരിക്കാം. നമ്മുടെ പൂർണ്ണ മനസ്സോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള ആ ഒരു ഡൗട്ടിലല്ല, മറിച്ച് എന്ത് തന്നെ ആയാലും അള്ളാഹു എനിക്ക് നല്ലതേ തരൂ, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ മറ്റെന്തോ നല്ലത് എനിക്ക് അള്ളാഹു തരും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കണം. ഇനി നെക്സ്റ്റ് എന്താ വെച്ചാൽ, നമ്മൾ എന്ത് കാര്യം ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു നിയത്ത്, അതായത് നമ്മുടെ ഉദ്ദേശം ശരിയാണെങ്കിൽ അത് നമുക്ക് തന്നെ കൂലി കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ്. സോ എന്തൊരു നല്ലൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും നമ്മുടെ മനസ്സിലാ നിയത്തുണ്ടെങ്കിൽ അത് നമുക്ക് ബെനിഫിറ്റ് ആവും. നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും ചെറിയ പ്രവൃത്തിക്ക് പോലും നല്ലൊരു റിവാർഡ് അല്ലെങ്കിൽ കൂലി ഉണ്ടാക്കാൻ സാധിക്കും. സോ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.